എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വ്ളോഗാണ്. ഞങ്ങളിപ്പോൾ പോകാൻ പോണത് ഇവിടെ ഗോവയിലുള്ള ഒരു ഐലൻഡിലേക്കാണ്. അധികം ആൾക്കാർ ഗോവയിൽ വരുന്ന ആൾക്കാരൊന്നും വരാത്ത സ്ഥലമാണിത്. സെൻറ്റ് ജെസിൻഡോ ഐലൻഡ് എന്നാണ് എൻ്റെ പേര്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് പോണ ഒരു സ്ഥലമാണ്. അപ്പോൾ റീസെൻ്റായിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം, അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്തായിരുന്നു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ എന്തായാലും ആ ഐലൻഡിൽ പോയി കുറച്ച് നേരം കറങ്ങി ഇൻകുട്ടിക്ക് ഒക്കം വരുന്നു. ഞാനാണ് നാട്ടിൽ നിന്ന് ഗോവയിൽ തിരിച്ചെത്തിയത്. അപ്പോൾ കുക്കിംഗ് ഒന്നും ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടില്ല. രാവിലത്തെ ഉച്ചക്കലത്തേക്കൊക്കെ കുക്ക് ചെയ്തു. ഡിന്നർ അപ്പോൾ കുക്കിംഗ് ഒന്നും അങ്ങനെ ആവാത്തതുകൊണ്ട് സേ ഹായ് പറയൂ കണ്ണ. ഹായ് ഫ്ലൈങ് കിസ് കൊടുക്കൂ. ഫ്ലൈങ് കിസ്. ഗുഡ് ഗേൾ. ആന എവിടെ? ആന എവിടെയാ? ഇമ്മയ്ക്കാണെങ്കിൽ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഇത്തിരി വിഷമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പുറത്ത് പോവാന്ന്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അത് മാത്രമല്ല ഈ വ്ളോഗിന് പ്രത്യേകത ഉണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇതിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. സോ നമ്മൾ സ്ഥലം എത്തി. ആൻഡ് ഇത് കണ്ടോ, ഈ പള്ളി, ഇത് ഇവിടുത്തെ പള്ളിയാണ്. സെൻറ്റ് ജെസിൻഡോ ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ പള്ളി അങ്ങനെ അധികം തുറക്കാറില്ല. പിന്നെ ഇതാണ് ഐലൻഡ്. ഇതിപ്പോൾ ഒരു ബ്രിഡ്ജ് കാണിച്ചു തരാം. അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടോ? ഈ വഴിയാണ് നമ്മളിപ്പോൾ വന്നത് ഇവിടേക്ക്. ഈ വഴിയാണ് വന്നത്. ഇല്ല കുറേ കൂടി, അതായത് ഇവിടം വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബോട്ട് കിടക്കണ കാണുന്നില്ലേ, ഇവിടെ വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പോയി ആ വെള്ളം എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടുന്ന് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് അധികവും ഇവിടുത്തെ ലോക്കൽസ് വരുന്ന സ്ഥലമാണ്. അങ്ങനെ വേറെ ടൂറിസ്റ്റുകൾ അധികം വരുന്ന സ്ഥലമല്ല. കാരണം വളരെ ദൂരെയല്ലേ. ലൈക്ക് സൗത്ത് ഗോവയുടെ ഈ അറ്റത്താണുള്ളത്. സൗത്ത് ഗോവയിൽ തന്നെ ആൾക്കാർ അധികം വരവ് കുറവാണ്. യൂഷ്വലി എല്ലാവരും നോർത്ത് ഗോവയിലാണ് വന്ന് താമസിക്കുക. ഇതിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ആയതുകൊണ്ട് കുറേ കൂടി ലൈറ്റിങ്ങും ഈ വെള്ളം ഭയങ്കര കുറവല്ലേ. സോ ഇങ്ങനെയാണ് ഈ സ്ഥലം. ഭയങ്കര ഭംഗിയാണ് ശരിക്കും കാണാനായിട്ട്. ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ്. സോ ഞങ്ങളിപ്പോൾ ഇവിടെ ഈ തിണ്ടിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് കസേരകളും ഇങ്ങനെ ഈ തിണ്ടുണ്ട്. നമുക്കിവിടെ വന്ന് ഇരിക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് സൺസെറ്റ് കാണാം. നല്ല ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ആദ്യമൊക്കെ ഞങ്ങൾ വരുമ്പോൾ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ ഇവിടെ ഒന്നും കഴിക്കാൻ കിട്ടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം എന്നല്ലാണ്ട് ഒന്നും കഴിക്കാൻ കിട്ടില്ല. ഈ അടുത്താണ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, കാരണം ആള് അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലാണ്. പേര് പറയേ. എൻ്റെ പേര് വിവേക് ചന്ദ്രൻ എന്നാണ് പേര്. സോ ആള് ഇവിടെയാണ് വർക്ക് ചെയ്യണത്, ഗോവയിലാണ് വർക്ക് ചെയ്യണത്. അതാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ കുറേ നാളായി പറയുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ വരണം. ആദ്യം ഞാൻ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടേ അതിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ആൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മലയാളം ചാനൽ തുടങ്ങിയപ്പോൾ മലയാളം ആയതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലർക്ക് അറിയുണ്ടാവും. വിവേക് ചന്ദ്രൻ എന്നാണ് പേര്. മാതൃഭൂമിയിൽ കഥ വന്നിട്ടുണ്ട്. ഇത് കഥയായിരുന്നു വന്യം എന്നുള്ള കഥയാണ് വന്നിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല ഓൺലൈനിലൊക്കെ എഴുതുന്ന ആളാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ കഥയൊക്കെ വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഞാൻ ഈ ചുറ്റും സ്ഥലമൊക്കെ കാണിച്ചു തരാം. പിന്നെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ.
നമ്മളിപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റ് എത്തി. ഇതാണ് ആക്ച്വലി റെസ്റ്റോറൻറ്റ്, കണ്ടോ? പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പുറത്ത് ഈ സ്ഥലമുണ്ട്, ഇവിടെ ഇങ്ങനെ ഇരിക്കാം, ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. പുറത്ത് ഇരിക്കണമെങ്കിൽ പുറത്തിരിക്കാം, അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പുറത്താണ് ഇരിക്കാൻ പോണത്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം കാണാൻ പറ്റും. ആക്ച്വലി ക്യാമറയിൽ കാണുന്നില്ല, പക്ഷേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് വെള്ളം കണ്ട്, അപ്പുറത്ത് റോഡാണ്, വണ്ടികളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതിവിടെ ഒരു ചെറിയ പുൽക്കൂടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കാണാം. സോ ഫുഡ് വന്നു. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 2 സ്വീറ്റ് ലൈം സോഡയാണ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഇത് ഇമയ്ക്ക് വേണ്ടിയിട്ടാണ്, പെപ്പറും സോൾട്ടും ഇട്ടിട്ടില്ല. പിന്നെ ഇത് സൂപ്പാണ്, ഇത് ക്രീം ഓഫ് മഷ്റൂം സൂപ്പാണ്. ഇനി സ്റ്റാർട്ടേഴ്സ് വരാനുണ്ട്. അപ്പോൾ നമ്മൾ വേഗം, നല്ല വിശപ്പുണ്ട്, ചൂടോടുകൂടി ഇത് കഴിച്ചു തീർക്കട്ടെ കേട്ടോ. ഇത് അടുത്തായിട്ടാണ്, ഇത് സീസർ സലാഡ് എന്നാണ് ഇതിന് പറയണത്. ഇതെന്താണെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഓർഡർ ചെയ്യണത്. കഴിച്ചിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇത് പോർക്ക് ചില്ലി ഗാർലിക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെയുള്ള നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പോർക്ക് ചില്ലി ഗാർലിക്കാണ്. ഇത് മുന്നും കഴിച്ചിട്ടുണ്ട്. നമുക്ക് ലൈക്ക് പോർക്ക് ഐറ്റംസ് റെസ്റ്റോറൻറ്റ്സിൽ വരുമ്പോൾ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. ബിക്കോസ് വീട്ടിൽ വയ്ക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടാണ്. സോ ഇത് നമ്മൾ ഓർഡർ ചെയ്ത ലാസ്റ്റ് മെയിൻ കോഴ്സാണ്. ഇത് മട്ടൻ കീമ പൊറോട്ട അല്ലേ? മട്ടൻ കീമ പൊറോട്ട, അതാണ് സംഗതി. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ മുന്നിൽ ചിക്കനാണ് കഴിച്ചിട്ടുള്ളത്, ഇപ്പോൾ മട്ടൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതാ? ഞാൻ ഓർഡർ ചെയ്താണോ അത്? നമ്മൾ കഴിക്കാൻ പോകുന്നു. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ ഡെസേർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേരൊക്കെ അത്ര അറിയില്ല. ഇതിൻ്റെ പേരെന്താ നോക്കട്ടെ കേട്ടോ പേര്. ഇത് ആപ്പ. ഇമ്മ പറയണത് ഇത് ആപ്പിൾ ആണെന്നാണ്, അവള് പറയണത് അത് ആപ്പ് ക്രേപ്പ് സൊസൈറ്റ്. പിന്നെ അതെന്താണ്? ബനാന ഫ്ലിറ്റേഴ്സ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് പഴംപൊരി ആണെന്നുള്ളത്. സാരമില്ല. എങ്ങനെയുണ്ട്? അല്ല ബേബി, ഇതെങ്ങനെയുണ്ട്? രണ്ടും അടിപൊളിയാണെന്നാണ് പറയണത്. അപ്പം എന്തായാലും കഴിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം കേട്ടോ. ഹായ്, ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. നല്ല അടിപൊളി സ്ഥലമാണ്. വളരെ വളരെ നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ആംബിയൻസ് ആണ്. എപ്പോഴെങ്കിലും ഈ സ്ഥലത്തിൻ്റെ അടുത്ത് പരിസരത്തൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഈ സ്ഥലം കണ്ടു നോക്കണം. ഈ റെസ്റ്റോറൻറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ആംബിയൻസ് ഭയങ്കര നല്ലതാണ്. ഫുഡും അടിപൊളിയാണ്. ഇമ്മ ഓൾറെഡി ഉറങ്ങി, അപ്പോൾ ഞങ്ങളും വേഗം ഉറങ്ങാൻ പോവാണ്. ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ട്രയൽ. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.